ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ സമയം 5:27 അപ്പോൾ ഞാൻ ഈ ടൈമാണ് എഴുന്നേറ്റത്. അപ്പോൾ വിക്കിയേട്ടനും വാമിക്കുട്ടി ഇവിടെ നല്ല ഉറക്കമാണ്. ടാറ്റ പോകണ മാമിയെ എന്നിക്കടെ കണ്ണ ടാറ്റ പോവാം. നോക്കിയേ മാമി എഴുന്നേക്കടാ. മാമി കണ്ണ എഴുന്നേക്കാണ്. നിങ്ങൾ കഴിഞ്ഞിട്ട് റെഡിയാവും മനുഷ്യ. മാമി എഴുന്നേക്കടാ. ചക്കൂടെ എഴുന്നേക്ക്. അച്ഛൻ എഴുന്നേറ്റ ഞാൻ എഴുന്നേക്കാൻ. എടാ കണ്ണ എഴുന്നേക്കേ. ഞാൻ ഉറങ്ങി നോക്കി. അച്ഛൻ എഴുന്നേറ്റ് ഞാൻ എഴുന്നേക്കാം. മാമി എനിക്ക് സമയമില്ല കണ്ണ. എഴുന്നേക്കട ചക്കരെ. ആ എണീക്കടാ. എണ്ണി ബ്രഷ് ചെയ്യടാ. അമ്മ നോക്കിയേ. വാമി ഇപ്പോൾ 3 years ആണ്. നൈറ്റിൽ ബെഡ് ടൈം ഇല്ലെങ്കിൽ പോലും ഞാൻ വാമിക്ക് യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിൻ്റെ സുപ്രീം പാൻ ഡൈപ്പേഴ്സ് ആണ്. ഇത് 360 degree കവറേജ് നൽകുന്ന ഒരു ബെസ്റ്റ് ഡയപ്പറാണ്. അതുപോലെ തന്നെ നല്ല സുപ്പീരിയർ അബ്സോർബൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു ബ്രീത്തബിൾ ഫാബ്രിക്കോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് ആൻഡ് ബാക്ക് പോർഷൻ ഒരു കോട്ടൺ ഷീറ്റോട് കൂടിയാണ്. വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല എലാസ്റ്റിക് ആണ്. ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ സുസുമീറ്റർ ആണ്. ഓവർ ഡയപ്പർ വെറ്റ് ആകുമ്പോഴത്തേക്കും ഇത് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും. ഒരു ബ്ലൂ ലൈൻ പോലെ ആവും. ബാക്ക് പോർഷൻ വന്നിട്ട് ഒരു ഡിസ്പോസൽ ടാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എബൌട്ട് 10 million ബ്രീത്തബിൾ പോസ് ആണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ ഏറി കംഫോർട്ടാണ് നൽകുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ദ ഗുഡ്നെസ് ഓഫ് അലോവേറ. അത് റാഷ് പ്രിവെൻഷനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് വാമിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എഴുത്തിന് സ്പെഷ്യലായിട്ട് ചെയ്യിച്ച ഡ്രസ്സാണ്. ഇത് ദ്രക്ഷി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ചെയ്യിച്ചത്. വിദ്യാരംഭം ആയതുകൊണ്ട് സരസ്വതി ദേവിയുടെ പ്രിൻ്റോട് കൂടിയാണ് കേട്ടോ ചെയ്യിച്ചിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഡേ 1 അറ്റ് മാംഗ്ലൂർ ഞങ്ങൾ പ്ലാൻ ചെയ്തത് മൂകാംബയും മുരുടേശ്വരം പോകാനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും റെഡിയായി കഴിഞ്ഞു മൂകാംബിക്ക് പോകാൻ. ഇനിയിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത കാറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബാക്കി ഇവിടെ നിന്ന് നേരെ നമ്മൾ മൂകാംബിക, അവിടെ നിന്നാണ് പിന്നെ മുരുടേശ്വരമൊക്കെ പോകുന്നത്. അപ്പോൾ കാറ് ഞാൻ ബുക്ക് ചെയ്തത് മാംഗ്ലൂരിൽ നിന്നാണ്. മാംഗ്ലൂരിലൊരു ട്രാവൽസ് വഴിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ റൂം എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ തന്നെ യൂണിയൻ്റെ റൂമാണ്. കനറ ബാങ്ക് യൂണിയൻ്റെയാണ് പൂനം ഗാർഡൻ വന്നിട്ട്. കുംറ്റിക്കാൻ മാംഗ്ലൂർ ഉള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ ബുക്ക് ചെയ്തു. നമ്മുടെ വണ്ടി എത്തി. എന്തായാലും ഇത് നമ്മൾ ട്രാവൽസ് ഓൺലൈനിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി ബുക്ക് ചെയ്തതാണ്. പക്ഷേ ട്രസ്റ്റബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ആരെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ട്രാവൽസിന് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഏകദേശം ഇപ്പോൾ മാംഗ്ലൂരിൽ നിന്ന് വിട്ടു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എന്തൊരു ഉദ്ദേശിച്ചത് ഇപ്പോൾ തണ്ണീർഭാവി പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഞാനിവിടെ 4.5 വർഷം മംഗലം. നമ്മൾ നോർമലി എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ ജ്ഞാപകം വെറുതെ എന്ന് ആ ഒരു പാട്ട് മൈൻഡിൽ വന്നിട്ട് നമ്മൾ പോയ സ്ഥലങ്ങൾ ഇതെല്ലാം മൈൻഡിൽ ഒബ്വിയസ്ലി വരുമല്ലോ. അപ്പോൾ അതാണ് എനിക്കുള്ളൊരു ഫീൽ. കാരണം ഈ ഏരിയയൊക്കെ ഞാൻ 4.5 വർഷം എന്താ പറയുക നമ്മളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടുകളായിരുന്നു. അപ്പോൾ അതിൽ കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. കാരണം ഏകദേശം മാംഗ്ലൂരിൽ നിന്ന് മൂകാംബിക്ക് ഒരു 3 to 3.5 hours ഉണ്ട്. ഉടുപ്പിയിൽ നിന്ന് അവിടെ നിന്ന്. അപ്പോൾ ആദ്യം ഉടുപ്പി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോകാൻ വിചാരിച്ചാണ്. ബട്ട് അത്രയ്ക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഉടുപ്പിക്കാനേ വിട്ടു. അപ്പോൾ ഞങ്ങളിതാ ഉടുപ്പി വിട്ടു. ഉടുപ്പിയിൽ നിന്ന് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അല്ലേ മാമി? ഭക്ഷണം കഴിച്ചില്ലേ? വലിയ കുഴപ്പമില്ലാത്ത ഭക്ഷണം കഴിച്ചു. ഇവിടുത്തെ സ്റ്റൈൽ എന്ന് വെച്ചാൽ കട്ടി മസാല ദോശയൊക്കെ ആയതുകൊണ്ട് വാമിക്ക് അങ്ങനെ ഇറങ്ങിയില്ല. നമ്മുടെ കേരളത്തിലെ നൈസല്ല കിട്ടിയത്. ഇവിടുന്ന് നേരെ മൂകാംബിക അല്ലേ മാമി? ഇവിടുന്ന് മൂകാംബിക പോയി മാമിനെ ഇരുത്തണം. കുറേ പരിപാടികളുണ്ട്. അപ്പോൾ മൂകാംബിക നേരെ മുരുടേശ്വരം. അപ്പോൾ നമ്മൾ ഒരു ഇന്നോവ ഇവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ബാക്കി മൂകാംബികയിൽ പോയിട്ട് മാമിൻ്റെ ഇരുത്തിയിട്ട് നമുക്ക് നോക്കി നോക്കാം അല്ലേ? ഓക്കെ, ടാറ്റ പറ. മാമിൻ്റെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പാട്ട് പാടുക മമ്മി. ഓടും പോയി എന്റെ പവം മെല്ലെ ഓടും നീ ഓടി വന്നു കല്ലിലക്കവൾ പാടി വിണ്ണി നിൽക്കാവേ. അതെപ്പോഴും പാടുന്നല്ലേ, ഇന്നലെയും പാടി ട്രെയിനിൽ പാടുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ മൂകാംബികയിലെ എൻട്രൻസ് എത്തി. എൻട്രൻസ് കാണുമ്പോൾ തന്നെ എന്തായാലും നിർത്തി ഫോട്ടോ ഇട്ടും. കാരണം പോരാമേ എനിക്ക് വിനീത് ശ്രീനിവാസൻ്റെ പടമായിരിക്കും എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നിർത്തിയിട്ട് ഒരു 5-6 സ്റ്റിൽ എടുക്കാൻ തീരുമാനിച്ചു. നല്ല നല്ല ഫോട്ടോസ് എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ മൂകാംബികയ്ക്ക് പോയി. മൂകാംബികയിൽ നല്ല വിശാലമായ കാർ പാർക്കിംഗ് എല്ലാ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. മൂകാംബിക പോയവർക്ക് അറിയണം, പോവാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. പോയത് നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു. കാരണം അവിടെ ഫുൾ ടൈം ഉണ്ട് കേട്ടോ. ഉച്ച ഏകദേശം 1:30 വരെയാണെന്ന് നമ്മൾ അറിഞ്ഞത്. 1-2 മണി വരെയാണ് എഴുത്തിന് ഇരുത്തുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തിട്ട് ഏകദേശം ടോക്കൺ ഒരു കുട്ടിക്ക് വേണ്ടിയാണ്, അതായത് 200 റുപ്പീസ് ആണ് വരുന്നത് വിദ്യാരംഭത്തിന്. അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ല, ഈവൻ എനിക്ക് വേണമെങ്കിൽ എഴുത്തിനിരിക്കാം, വലിയ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. അപ്പോൾ നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ നോർമലി അച്ഛനാണ് ഇരിക്കേണ്ടത്. ബട്ട് വാമിൻ്റെ എല്ലാ ആദ്യ അക്ഷരങ്ങളും എല്ലാം അമ്മ പഠിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് അച്ഛൻ കൊണ്ട് ചെയ്യേണ്ടെന്ന്. മലയാളം ചെറുതായിട്ട് ഏതാ അറിയില്ല. അതിൻ്റെ കൂടെ തന്നെ ബട്ട് അവിടെ ABCD 1 2 3 4 എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വേണേൽ കൂടെ ചെയ്യാൻ വിചാരിച്ചു. ബട്ട് എനിക്ക് അതിലൊന്നും വലിയ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ചെറിയ വിഷമം ഉണ്ടെങ്കിൽ പോലും ഞാൻ വീഡിയോഗ്രാഫറായിട്ട് അവിടെ നിന്നിട്ട് അശ്വതിയാണ് എല്ലാം ചെയ്തത്. ബട്ട് എന്തായാലും നെക്സ്റ്റ് ടൈം അടുത്തുള്ള എൻ്റെ ഊഴം വരുന്നത്. അത് കഴിഞ്ഞിട്ടേ ഗുരുക്കന്മാർ സ്കൂളിൽ ചേർത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ദൈവത്തിന് നമ്മൾ കൊടുക്കുള്ളൂ എന്നുള്ളൊരിതാണ്. അപ്പോൾ ആ പരിപാടികൾ തുടങ്ങിയപ്പോൾ കാണാം. അപ്പോൾ വാമിയും അശ്വതിയും കൂടി ഇരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഏട്ടൻ്റെ കുഞ്ഞും. ഇപ്പോൾ അവൻ UKG എത്തി. സമയത്ത് നമ്മൾ കോവിഡ് ടൈം ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തു. അപ്പോൾ അവരും എഴുത്തിനിരുന്നു. അപ്പോൾ ഏട്ടൻ ഇരുത്തണു, ഏട്ടത്തമ്മയും ഉണ്ടായിരുന്നു.
എഴുത്തിൻ്റെ അടുത്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോകുന്ന മുരുടേശ്വരിലോട്ടാണ്. പ്രസാദമൊക്കെ മേടിച്ചിട്ട് അടുത്ത മുരുടേശ്വരിലോട്ടാണ് ഞങ്ങളുടെ യാത്ര. നല്ല വെയിലായതോടെ നമ്മൾ നമ്മുടെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത് സൺസ്ക്രീൻ ആണ് ഗൈസ്. അതിരാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല ടയേർഡായിരുന്നു. എല്ലാവരും നന്നായിട്ട് കാറിൽ ഉറങ്ങി. ദേ മാമി ഇവിടെ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനും ദേ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മുരുടേശ്വർ പോകുന്ന വ്ളോഗാണ് നെക്സ്റ്റ് വ്ളോഗിൽ വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ.